ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ബാറ്ററി ഡ്രെയിൻ്റെ ഇഷ്യൂവിന് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മുടെ മൈക്രോ ഹൈബ്രിഡ് വണ്ടികളുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. അതേപോലെ തന്നെ ഒരു ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ വരാൻ സാധ്യതയുള്ള വേറൊരു കാര്യമുണ്ട്. അത് നമ്മുടെ സ്വിഫ്റ്റ് എർട്ടിഗ വണ്ടികളിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീറ്ററാണ് ഈ ഒരു മീറ്റർ. അപ്പം ഈ ഒരു മീറ്ററിൽ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഓഫ് കണ്ടീഷനാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇവിടെ ഗ്ലോ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ചില വണ്ടികളിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നേ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് അതും വന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് വണ്ടി ഓഫാക്കി ഇട്ടിരുന്നാലും നമുക്ക് വന്നിട്ട് ഇത് ഗ്ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബാറ്ററി ഇത് വെച്ച് ഈ ഒരു ലൈറ്റ് കത്തി കിടക്കുന്നതിനാൽ ബാറ്ററിയിൽ ഡിസ്ചാർജ് സംഭവിച്ച് നമ്മുടെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നമ്മൾ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആവും, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് പോകും. അപ്പം ഇത് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയായിരിക്കും. ഇത് വന്നിട്ട് ഇങ്ങനൊരു ഇഷ്യൂസ് നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മീറ്ററിന്റെ മാത്രം കംപ്ലൈന്റ് ആണ്. ഈ മീറ്ററിന്റെ വർക്കിങ്ങിനെ നോക്കുകയാണെങ്കിൽ ഈ മീറ്റർ വർക്ക് ആവുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ നമ്മുടെ ഈ ലൈറ്റുകൾ ഇതിനകത്ത് ഫുൾ ടൈം ഗ്ലോ ആയി തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ വണ്ടി രാത്രി ഉപയോഗിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ടോ, ബ്രൈറ്റ് ആണോ ഡിം ആണോ എന്ന് നമുക്ക് അറിയാത്തൊരു കണ്ടീഷനിലോട്ട് പോകാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനൊരു ഇഷ്യൂസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു മീറ്റർ റിപ്പയറിംഗ് ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ നമുക്ക് പരിഹരിച്ച് എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ റിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ മീറ്ററിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ഈ ഒരു ഇൻഡിക്കേഷൻ വന്നിട്ട് ഇപ്പം നമുക്ക് ഗ്ലോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഗ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തുള്ള ഏത് മീറ്റർ റിപ്പയർ ഷോപ്പിൽ കൊടുത്താലും നിങ്ങൾക്ക് ഇത് റിപ്പയർ ആക്കി കിട്ടുന്നതാണ്. നമ്മുടെ അടുത്തുള്ളവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് ഷോപ്പ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.